Dr. John Brittas. Sir, let me just add something in Malayalam. When I say that even the small thing in this country will have far-reaching implications. രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലിലടച്ചിരിക്കുകയാണ് കൊടും ക്രിമിനലുകളൊപ്പം. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ്. കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഇന്ത്യയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം 824 അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ഈ രാജ്യത്ത് നടന്നത്. നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസർ അയക്കുന്നു, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമനകളിൽ കയറി നിരങ്ങുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ. നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സർ. Sir, that's what I am saying, that the most important element of our foreign policy is our good name, sir. The soft power diplomacy. India has a huge standing. Don't dilute it. We are the leader of the developing nations. We are supposed to be somebody who is a ray of hope for all those countries, sir. So I am pleading, sir. So the Hippocratic attitude. And JP Naddaji, I have a word for you. Naddaji, നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില്, പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില്, നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില്, ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില്. ആരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ക്രിസ്ത്യാനിയായോ? ഇല്ലല്ലോ. നിങ്ങൾ ഹിന്ദുവായി നിൽക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത്. ഇത് ഈ രാജ്യത്തിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ഈ രാജ്യം മഹത്തായ രൂപത്തിൽ തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തിരംഗ യാത്ര നടത്തലല്ല. അതൊന്നും കൂടി ഞാൻ പറയാം സർ. അതായത് they don't believe in tricolor flag. A leader of the RSS said that they want saffron flag to replace. Thank you. So I want them back. Thank you. Your time is over. Nothing will go on record now. Last word. You can say, but it will not go on record. Last word, sir. All the last lines will not go on record. Sir, you interrupted me. Give me one minute. So my request to Naddaji, only this much. Opposition is with you, but make sure that don't turn this tragedy for creating polarization. Those people who have been killed in Pahalgam are Indians, our brothers. Now you are taking time of Kapil Sibal. Thank you very much, sir. ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. ഇന്നലെയും ഉണ്ടായി ഒരു ഇടിവെട്ട് പ്രസംഗം. അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമായാണ് സംസാരിച്ചത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിച്ചതിന്റെ പരിഭാഷ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫുൾ ഒറിജിനൽ വീഡിയോയും ഇടാം. സർ, ന്യൂ നോർമൽ അഥവാ നവഭാരതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തോൽവികളുടെ ആഘോഷമാണ്. പാർലമെന്റ് ആക്രമണം, ഉറി ആക്രമണം, പുൽവാമ, പഹൽഗാം ഒക്കെ എടുത്തു നോക്കുക. അതിൽ പുൽവാമയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം. ഇത് സംബന്ധിച്ച് ജമ്മു കാശ്മീർ ഭരണകൂടത്തിന്റെ ഇൻപുട്ടുകളുണ്ട്. അവിടെ കരുതിക്കൂട്ടിയുള്ള ക്രിമിനൽ അശ്രദ്ധയുണ്ടായിട്ടുണ്ട്. അഹങ്കാരം കൊണ്ട് നിങ്ങൾ അത് കണ്ടതുമില്ല. സർ, നിങ്ങൾ മുംബൈ തീവ്രവാദ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞില്ലേ? നദ്ദാജി മുംബൈ ആക്രമണം നടന്നപ്പോൾ അന്നത്തെ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രിയായ ശിവരാജ് പാട്ടീലും മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖും ഉപമുഖ്യമന്ത്രി RR പാട്ടീലും അന്ന് രാജിവെച്ച് പുറത്തുപോയിരുന്നു. എന്നാൽ ഇപ്പോഴോ ആരോ ഒരാൾ ആസ്പിരിൻ ഗുളിക കഴിച്ചുവെന്ന് പറഞ്ഞാണ് രാജിവെപ്പ്. പക്ഷെ പഹൽഗാമിന്റെ പേരിൽ യാതൊരു രാജിയും ഉണ്ടായില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രിയപ്പെട്ട മാഗസിനായ ഓപ്പൺ മാഗസിനിൽ അവർ അമിത്ഷായെ രണ്ടാം സർദാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അഭിനവ സർദാർ പട്ടേൽ. നമ്മുടെ അമിത്ഷാജി ശിവരാജ് പാട്ടീലിനേക്കാൾ ധാർമ്മികമായി തരം താണതായി ചരിത്രം വിലയിരുത്തുമോ? ശിവരാജ് പാട്ടീൽ തന്റെ രാജി നൽകുന്നതിൽ ഒരുപക്ഷെ മികച്ച ധാർമ്മിക നിലപാടെടുത്തിരുന്നു. നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു സുവർണ മാതൃക അനുകരിക്കരുതെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്കത് ഉറപ്പാണ് സാർ. നദ്ദാജിയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയെങ്കിൽ അദ്ദേഹം ഇതിനകം തന്നെ രാജി നൽകുമായിരുന്നു. അടുത്ത ദിവസം 3 തീവ്രവാദികളെ കൊല്ലുകയുണ്ടായി. അവർ പഹൽഗാം സംഭവത്തിന്റെ സൂത്രധാരന്മാരാണെന്നാണ് സർക്കാർ പറഞ്ഞത്. സർ,
ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. അതിന് നിങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ഫോറസ്റ്റിക് ബാലിസ്റ്റിക് തെളിവുകളൊന്നും കൊണ്ടുവരേണ്ടതില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രി പുലർച്ചെ 4:30 ഫോറൻസിക് വിഭാഗവുമായി വീഡിയോ കോൾ മീറ്റിംഗ് നടത്തിയിരുന്നു. കൊല്ലപ്പെട്ട ഈ 3 തീവ്രവാദികളാണ് പഹൽഗാം സംഭവത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം. എന്തിനാണ് സാർ ഇതൊക്കെ? നിങ്ങൾ ഇതെല്ലാം ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. യാതൊരു തെളിവുകളുടെയും ആവശ്യമുണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു തെളിവുകൾ? പാകിസ്ഥാൻ ചോക്ലേറ്റ്, തിരഞ്ഞെടുപ്പ് ഐ ഡി ഈ രാജ്യത്ത് നടക്കുമോ? ഇല്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അതിനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം തെളിവുകളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ആഭ്യന്തരമന്ത്രി വന്ന് പറയുകയാണ് ഈ തീവ്രവാദികളാണ് ആക്രമണത്തിനെന്ന് പറഞ്ഞാൽ അതുതന്നെ ധാരാളമായിരുന്നു. അവിടെ തീരുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാതാകുമ്പോൾ, ദൃഢമായ വിശ്വാസമില്ലാതാകുമ്പോഴാണ് ഇത്തരം ഫോറൻസിക് തെളിവുകൾ നിങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നത്. ചൈനയെക്കുറിച്ചും ഞാൻ പറയാം സാർ. നിങ്ങളാണ് ചൈനയുടെ പ്രിയപ്പെട്ട സർക്കാർ. നിങ്ങളുടെ ഇറക്കുമതി ഇരട്ടിയായി, വ്യാപാര കമ്മി ഇരട്ടിയായി. എന്നിട്ടാണ് ഞങ്ങൾ ചൈനയുടെ സുഹൃത്തുക്കളാണെന്ന് ആരോപിക്കുന്നത്. ഞാൻ 2-3 യോഗങ്ങളിൽ പങ്കെടുത്തതാണ്. തിരുച്ചി ശിവയുടെ സ്പിരിറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു. യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. ഞാൻ പറഞ്ഞു യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കണം. മിലിറ്ററിക്ക് പുറമെ നയതന്ത്ര രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തണം. യുദ്ധത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളെയും പാകിസ്ഥാൻ ഭരണകൂടത്തെയും 2ആയി വേർതിരിച്ചു കാണണം. അത് വളരെ പ്രധാനമാണ്. യുദ്ധത്തിൽ ആരെങ്കിലും ജയിക്കാറുണ്ടോ? മഹാഭാരത യുദ്ധത്തിൽ ആരെങ്കിലും വിജയിച്ചിരുന്നോ? അതൊരു ദുരന്തമായിരുന്നു. മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ ധർമ്മപുത്രരുടെ കൂടെ ഒരു നായ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ വ്യക്തമായി പറയുകയാണ്, ഏതൊരു തർക്കവും പരിഹരിക്കാൻ നാം സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയ നയതന്ത്ര വഴികളാണ്. അതാണ് ഇന്ത്യ. ഇന്നലെ ഞാൻ മോദി സാബിന്റെ സഭയിലെ മറുപടി വളരെ ഉത്സാഹത്തോടെയാണ് കേട്ടത്. 1 മണിക്കൂർ 42 മിനിറ്റ് അദ്ദേഹം പ്രസംഗിക്കാൻ എടുത്തു. പക്ഷെ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഒരിക്കൽ പോലും പറഞ്ഞില്ല. അദ്ദേഹം എന്താ പേടിക്കുകയാണോ? ഒരിക്കൽ പേരും ആ പേര് പറഞ്ഞില്ല. സർ, ഒരു കാര്യം കൂടെ പറയാം. ഒരു കൊമേഡിയനിൽ നിന്ന് പ്രസിഡന്റായി മാറിയ വൈറ്റ് ഹൌസിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ ചെന്ന് നിങ്ങൾ എന്ത് റബ്ബിഷാണ് പറയുന്നതെന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കണം. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തെ കളിയാക്കുമ്പോൾ നിന്ന് ചിരിക്കുകയായിരുന്നു. താരിഫ് രാജാവ്, ഇത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിനെയാണ് അപലപിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യുന്ന ആ നിമിഷം ഞങ്ങൾ എല്ലാവരും താങ്കളെ പിന്തുണയ്ക്കും. നദ്ദാജി, അതിൽ വേറെ ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. അദ്ദേഹം ഇവിടെ വന്ന് ഈ സഭയിൽ പറയട്ടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അസംബന്ധമാണെന്ന്. അതാണ് ഞങ്ങൾ അപലപിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ കാടടച്ച് വെടിവെക്കുന്നത്? ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് റിപ്പബ്ലിക് ചാനൽ റാവൽപിണ്ടി കീഴടക്കി, ZTV ഇസ്ലാമാബാദ് കീഴടക്കി, വേറെ ഏതോ ഒരു ചാനൽ കറാച്ചി കീഴടക്കി. നിങ്ങൾ ഈ പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാന് തിരിച്ചു നൽകിയോ? നദ്ദാജി, എന്താണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ? അതൊക്കെ ഇപ്പോഴും മാധ്യമങ്ങളുടെ പക്കലാണോ? യുദ്ധ തൽപരത ഈ രാജ്യത്തിന് നല്ലതല്ല സാർ. സർ, ഇവിടുത്തെ വെറുപ്പിന്റെ പ്രചാരണത്തിൽ വലതുപക്ഷ ആശയങ്ങൾ ഇഴചേർന്ന് കിടക്കുകയാണ്. കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി പറയുന്നു, കാശ്മീരിൽ എനിക്ക് 2 മുസ്ലിം സഹോദരന്മാരുണ്ടെന്ന്. ഈ ദുരിതത്തിലും എനിക്ക് പറയാൻ കഴിയും എന്ന്. സർ, എന്തിനായിരുന്നു അവർക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ? എന്തിനായിരുന്നു ഹിമാൻഷിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ? എന്തായിരുന്നു നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ? നിങ്ങളിൽ ഉത്തരവാദിത്വത്തിന്റെ ഒരു കണികയുണ്ടെങ്കിൽ വെറുപ്പ് പരത്തുന്ന ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ഞാൻ അമിത്ഷാജിക്ക് ഒരു കത്തെഴുതി. അതോടെ സഭ ഭയങ്കര പ്രക്ഷുബ്ധമാകും. സഭയിലില്ലാത്തവരുടെ പേര് പരാമർശിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വലിയ ബഹളമൊക്കെ നടക്കുന്നു. ബ്രിട്ടാസ് പ്രസംഗം തുടരുന്നു. സർ, ഞാനും പുറത്തുള്ളയാളാണ്. ഞാൻ അവിടെ കണ്ടതും കേട്ടതുമാണ്. കുറെ ആളുകൾ ചോദിച്ചു എന്ത് ചെയ്തിട്ടാണ് ഈ ഒറ്റപ്പെടുത്തലെന്ന്. അയൽവാസികളിൽ ഒരാൾ പോലും സുഹൃത്തായിട്ടില്ല. അതിനിടെ സഭാധ്യക്ഷൻ വീണ്ടും ഇടപെടുന്നു. റബ്ബിഷ് എന്ന വാക്ക് അൺപാർലമെന്ററി ആണെന്ന് പറയുന്നു. ബഹളം നടക്കുന്നു. നമ്മുടെ രാജ്യത്തെ ചെറിയൊരു മൂവ്മെന്റ് പോലും നമ്മുടെ വിദേശകാര്യത്തിന്റെ കാര്യനയത്തിന്റെ മാനം കെടുത്തുമെന്ന് വിദേശകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ബുൾഡോസറുകൾ കയറ്റുമ്പോൾ, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ, സാധാരണക്കാരെ ജയിലിലിടുമ്പോൾ അതെല്ലാം നമ്മുടെ വിദേശ നയത്തിൽ ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. വിദേശ നയത്തിൽ വെള്ളം ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഗസയിലും ഇറാനിലുമൊക്കെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടന്നപ്പോൾ ചേരിചേരാ നയത്തിന്റെ നേതാക്കളായ ഇന്ത്യ മിണ്ടാതിരുന്നു. അതൊരു അധപ്പതനമല്ലേ സർ? ഈ രാജ്യങ്ങളെയൊക്കെ അമ്മ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 149 രാജ്യങ്ങളാണ് ആ പ്രമേയത്തിൽ ഒപ്പുവെച്ചത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ UK, സ്പെയിൻ, ഫ്രാൻസ് എന്നിവരെല്ലാം ഒപ്പുവെച്ചു. എന്തുകൊണ്ട് നാം വിട്ടുനിന്നില്ല? സർ, ചിലത് മലയാളത്തിൽ കൂട്ടിച്ചേർക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാണ് പിന്നെ മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. അതാണ് നിങ്ങൾ ആദ്യം കേട്ടത്.